ഹലോ, ഇതെന്താ സംഭവം എന്നുള്ള മനസ്സിലല്ലേ എല്ലാവർക്കും? ഇത് നമ്മളെ ചക്ക വരട്ടിയാണേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാനിത് ഫസ്റ്റ് ചെയ്തത് ചക്കൊക്കെ റെഡിയാക്കി വെച്ചു, ഒന്ന് മിക്സിയിലടിച്ച് അതിന് ശേഷം ഉരുളി ചൂടാക്കി നെയ്യ് ഒഴിച്ചു, ഏകദേശം ഒരു 150 മില്ലി നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ മിക്സിയിലടിച്ച ചക്ക ഇട്ടു കേട്ടോ. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കൊണ്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസവും കരിഞ്ഞ ചുവയൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ സിമ്മിലിട്ട് കൊടുത്തിട്ട് എങ്കിലും ഇളക്കി കൊടുക്കണം. കുറേ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട ഒരാവശ്യം വരും. നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് എപ്പോഴാണ് നെയ്യ് ഒഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ച് കുറുക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് പായസം ഉണ്ടാക്കണമെങ്കിൽ, ചക്ക പായസം ഉണ്ടാക്കണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്ക് ജാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ, അങ്ങനെ പല ഐറ്റംസ് നമുക്ക് ഈ ചക്ക വരട്ടിയത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് എല്ലാവരും ചക്ക വരട്ടി ഇങ്ങനെ നല്ലോണം നെയ്യിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുന്നത്. നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ, നനഞ്ഞ ഒരു സ്പൂൺ കൊണ്ടൊന്നും തൊടാണ്ട് ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഞാൻ പിന്നെ ആഡ് ചെയ്തത് ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നെയ്യ് മസ്റ്റാണ്. ഏകദേശം 250 മില്ലിയോളം നെയ്യ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉള്ളപ്പോൾ ശർക്കരയൊക്കെ നമ്മൾ മധുരമൊക്കെ പാകത്തിന് ഉപയോഗിക്കാൻ പറ്റും. അധികം മധുരമായി നമുക്കത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ശർക്കര ഞാൻ ഏകദേശം ഒരു 500, നല്ല മധുരമുള്ള ചക്കയായതുകൊണ്ട് ഞാനൊരു 500 ഗ്രാമോളം ശർക്കര ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല മധുരമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചക്ക കിട്ടുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ, ചക്ക ഇല്ലാത്തൊരു സമയത്തൊക്കെ നമുക്കൊരു പായസമൊക്കെ വെച്ച് കുടിക്കണമെങ്കിൽ മഴക്കാലത്തൊക്കെ ഒരു പായസം ഉണ്ടാക്കാം. അങ്ങനെ പല ഐറ്റംസ് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാം. അട ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതും. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നൊരു ചൊല്ല് പോലെ നമ്മളുള്ള സമയത്ത് ചക്ക വരട്ടി വയ്ക്കുക, പിന്നെ ചക്ക പപ്പടം ഉണ്ടാക്കി വെക്കുക. അതൊക്കെ ചെയ്താൽ നമുക്ക് മഴക്കാലത്തൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഹലോ, എനിക്ക് 2 നല്ല പഴഞ്ചക്ക കിട്ടി കേട്ടോ. വലിയ പഴഞ്ചക്കയാണ് കിട്ടിയത്. അത് എൻ്റെ അമ്മ തന്നാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മ തന്നു കേട്ടോ. അപ്പം ആ പഴഞ്ചക്ക ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം. ഹലോ, എനിക്ക് ഇതാട്ടോ 2 പഴഞ്ചക്ക. നല്ല വലിയ 2 പഴഞ്ചക്കയാണ്, നല്ലോണം പഴുത്തതാണ്. അപ്പം ഞാനിത് വിചാരിച്ചത് പഴഞ്ചക്കയുടെ നമുക്ക് വരട്ടി വെക്കാമല്ലോ. അപ്പോൾ ഇന്ന് ചക്ക വരട്ടി വെക്കാൻ വിചാരിച്ചു. ചക്ക വരട്ടുന്ന പണിയാണ്. അപ്പോൾ ഞാനിത് വീഡിയോ കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇനി ചക്ക റെഡിയാക്കി വെച്ചിട്ട് വീഡിയോ കാണിച്ചു തരാം. എൻ്റെ പഴഞ്ചക്ക കേട്ടോ, നല്ല അടിപൊളി ചക്ക കേട്ടോ. അടിപൊളി ചക്കയാണ്, നല്ല വലിപ്പമുണ്ട്. അത് അമ്മ തന്നേട്ടോ. ബാക്കിൽ ചെറിയൊരു കേട് പോലുണ്ട്. ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ലോണം പഴുത്ത, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ലോണം പഴുത്താണ്, നല്ല മധുരമുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ ചക്ക വരട്ടി നമുക്കൊരു വർഷത്തേക്കെല്ലാം വെക്കാമല്ലോ. കുട്ടികൾക്ക് ജാമായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ ചക്ക വരട്ടിയാക്കാൻ വിചാരിച്ചു. ഓക്കെ, ഇത് നമ്മളിത് ചക്ക വരട്ടുന്ന സമയത്ത് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ചക്ക നോക്കി ഭംഗി, നല്ല മണമുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള നല്ല മണമുള്ള പഴഞ്ചക്ക. അപ്പോൾ ചക്ക വരട്ടാൻ കൂടി ടേസ്റ്റുണ്ട്, നല്ലോണം പഴുത്തത്. ഇതൊക്കെ നല്ലോണം പഴുത്ത പഴഞ്ചക്ക കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, നല്ല മധുരമുണ്ട്. കാണുമ്പോൾ കൊതിയാവുന്നുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇനി ചക്ക വരട്ടാൻ പോകാം കേട്ടോ. ഇതൊക്കെ 2 പഴഞ്ചക്കയും, എന്താ സ്മെല്ല്! അടിപൊളി ടേസ്റ്റും നല്ല മധുരവും നല്ല സ്മെല്ലുണ്ട് കേട്ടോ.
ശരിക്കും നമുക്ക് വായിൽ വെള്ളം ഊറും ഇതിൻ്റെ സ്മെല്ലടിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം ആർക്കും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനകത്ത് നമ്പർ ഉണ്ടാവും. അടുത്ത വർഷം തരാൻ പറ്റും, ഈ വർഷം ഇനി തരാൻ പറ്റുമെന്നുള്ള അറിയില്ല. അപ്പം അടുത്ത വർഷം ഉണ്ടെങ്കിൽ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വരട്ടി വെക്കാൻ പോവുകയാണേ, ഒരു കൊല്ലത്തേക്കുള്ള സാധനം. അടിപൊളി ചക്ക വരട്ടി. ഞാൻ ഇതിനകത്തൊരു ബോട്ടിലോളം നെയ്യ് ഉപയോഗിച്ചു കേട്ടോ. പിന്നെ 250 ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ നെയ്യ് ഉപയോഗിച്ചു. പിന്നെ ഏലക്കായ്, ജീരകം രണ്ടും പൊടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയല്ല, സൂപ്പർ. ഇനി തണിയിട്ട് ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കണം. ഇത് ചെറിയ മക്കൾക്ക് ജാമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ, ബ്രെഡിൻ്റെ കൂടെ അടിപൊളി. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് ശർക്കരയൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി കേട്ടോ.